ഇത് ചക്ക മടല കേട്ടോ. അത് തൊലിയൊക്കെ ചെത്തിയത് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കതാ, കണ്ടില്ലേ. ഇതും നമുക്കൊന്ന് ആവി കയറ്റാം, ഇതിലേക്ക് ഇടാം. ഇത് നമുക്കൊന്ന് ആവി കയറ്റാം കേട്ടോ. ഗൈസ്, നമ്മളൊരു പുതിയൊരു പലഹാരം ഉണ്ടാക്കാൻ പോകാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഉണ്ട്. പിന്നെ ഇത്തിരി മൈദ എടുത്തിട്ടുണ്ട്, ഇത്തിരി അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത്രയും ഇൻഗ്രീഡിയൻസിന് നമ്മൾ ചേർക്കാൻ പോണത് ഇത്തിരി കായപ്പൊടിയാണ്. കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത്, പിന്നെ വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല ഇപ്പോൾ തൽക്കാലം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഇത്തിരീശ വെള്ളം, നോർമൽ വാട്ടറാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി, കാരണം കൂടുതലായാൽ പിന്നെയും പൊടിയൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ചേർത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ താരം. അത് നേരത്തെ ആവി കയറ്റില്ല, ഇതാണിപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കാൻ പോണത്. ബജിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് മനസ്സിലായോ നിങ്ങൾക്ക്? ചക്ക മടൽ ബജി. ചക്കയുടെ മടലിൻ്റെ പച്ച കളറിലുള്ളത് തൊലി ചെത്തി മാറ്റിയിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേമാതിരി എടുക്കണം. കണ്ടോ? ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ഇടുക. എന്നിട്ടതൊന്ന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാൻ നല്ലതാണ്. ഇത് കൂടി ചേർത്താൽ ബജിക്ക് നമ്മൾ കായാണ് കൂടുതലും ചേർക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനത് മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നും ഇങ്ങനെ നമ്മൾ വേവിച്ചതാട്ടോ ആവിയിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരമൊന്നും വേവിക്കണമെന്നില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യാം കേട്ടോ അത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് എടുത്തു, ഇതിലേക്ക് ഇടുന്നു. എടുത്തു, ഇട്ടു. നമുക്ക് അടുത്തത് ഇടാൻ. അടുത്തത് ഇതുമാതിരി എല്ലാം ഇട്ടിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചക്കമടൽ ബജി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ എന്തേ പകുതി തിന്നിടിച്ചേക്കുവാണതാ. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. അടിപൊളിയാണ്, നല്ല ക്രിസ്പിയാണ്. ചിക്കൻ പോലെ ഉണ്ടല്ലേ കണ്ടിട്ട്. ആരെങ്കിലും വിചാരിച്ചോ മടലുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന? പശു തിന്നണ സാധനമാണത്. അപ്പോൾ പശു ഇല്ല ഇവിടെ, അപ്പം നമുക്ക് തിന്നാത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. കുറച്ചും കൂടി ഒരെണ്ണം കൂടി ഞാൻ തിന്നാം. നമുക്കൊരു കട്ടനടിക്കാം.
ഇതൊരു കഷ്ണം കൂടി ഉണ്ട്. ഇത് ഇത്തിരി കട്ടിനും കൂടി കുടിച്ചാലുണ്ടല്ലോ അടിപൊളിയാണ്.